ത്രീ ഏഞ്ചൽസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നില്ലേ. കുട്ടികളുടെ ഫോണൊക്കെ കുറച്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് വന്നില്ലേ. ഇത് ഇവന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു കുഞ്ഞിക്കുട്ടിക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആൽഫബറ്റ്സ് ഇല്ലേ, ആൽഫബറ്റ്സിന്റെ ക്രാഫ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവന് കുറച്ച് ഫോൺ നോക്കൽ കുറച്ച് കൂടുതലാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഐറ്റം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ പേപ്പർ ഗ്ലാസ് ആണ്. അപ്പോൾ വൈറ്റ് പേപ്പർ ഗ്ലാസ് ആണ് വേണ്ടത്. നമുക്ക് കയ്യിൽ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ റെഡ് കളറാണ് എടുത്തില്ലേ. ഇത് പൊതിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു വൈറ്റ് പേപ്പറും കൂടി വേണം. ഇത് 13 പേപ്പർ ഗ്ലാസസ് ആണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 13 എടുത്തു. പിന്നെ ഒരു ഗമ്മ് വേണം, അതേപോലെ തന്നെ ഒരു സ്കെച്ച് വേണം, പിന്നെ ഇതേപോലെ തന്നെ ഒരു ചാർട്ട് പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. നമ്മളിവിടെ വൈറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഐറ്റം നോക്കാം. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ ഗ്ലാസ് എടുത്തിട്ട് നമ്മൾ നടുവേ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ സൈസ് തന്നെ ആക്കിയിട്ട് ബോണ്ട് പേപ്പർ എടുക്കുക. നമ്മൾ ഒട്ടിക്കാണ്. ഇതേപോലെ ഒട്ടിക്കുക. നമ്മൾ പശ തേച്ചിട്ട് അതിൻ്റെ ആ അളവ് തന്നെ അത് ഒട്ടിക്കും. ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഒട്ടിക്കുമ്പം ഇങ്ങനെ ഇവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇടണം, എന്നാലും നമ്മളിങ്ങനെ ഒട്ടിക്കാൻ പറ്റൂല. ഇതിങ്ങനെ മടക്കിയിട്ട് ചാർട്ടിൽ ഒട്ടിക്കാൻ പറ്റും. അതുകൊണ്ടാട്ടോ നമ്മളിങ്ങനെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിന്. അപ്പം നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച ഗ്ലാസ് ഉണ്ടാക്കി നമുക്ക് A to Z വരെ ആൽഫബറ്റിക് ഓർഡറിലായിട്ട് എഴുതണം. അപ്പം നമ്മൾ ഫസ്റ്റ് A നമുക്ക് എഴുതി കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ ഇങ്ങനെ വലിയതായിട്ട് ഇങ്ങനെ എഴുതാം. എന്നാലും കുട്ടികൾക്കെല്ലാം ഇങ്ങനെ എഴുതാൻ പറ്റും, കാണാൻ പറ്റും, നോക്കി വായിക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ ഈ ക്യൂട്ടായിട്ട് എഴുതാൻ പറ്റും. കുട്ടികൾക്ക് തിരിയുന്നത് പോലെ എഴുതാൻ ക്യൂട്ടായിട്ട് എഴുതുന്നത്. ഞാൻ ഇങ്ങനെ ക്യൂട്ടായിട്ടൊന്നും എഴുതുന്നില്ല, ഇങ്ങനെ ആട്ടോ എഴുതുന്നത്. അപ്പോൾ നമുക്ക് Z വരെ എഴുതിയിട്ട് കാണിച്ചു തരാം അടുത്ത്. അപ്പം നമ്മൾ ഈ ഒരു സൈസിൽ ചാർട്ടിന് കണക്കായിട്ടുള്ളൊരു സൈസിൽ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇതിനകത്ത് ഒട്ടിച്ചെടുക്കാം. പേപ്പർ ഇങ്ങനെ ചാർട്ട് പേപ്പർ തന്നെ കാർഡ്ബോർഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ A to Z നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഓരോന്നാക്കി ഒട്ടിച്ചെടുക്കണം. അപ്പം ഇങ്ങനെ കേട്ടോ നമ്മൾ ഇവിടെ ഒന്ന് പശയാക്കി കൊടുക്കാം. നമുക്കിങ്ങനെ ഗമ്മിങ്ങനെ നമ്മൾ തേച്ചിട്ട് നമുക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ നമ്മളിങ്ങനെ ആൽഫബറ്റിൽ നിന്ന് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് കൊടുക്കണം. അതിന് ഞാൻ ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ A മുതൽ Z വരെ നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ഒട്ടിച്ചിട്ട് അടുത്ത് കാണിക്കാം കേട്ടോ. നമ്മൾ ഇതേപോലെ A മുതൽ Z വരെ നമ്മളെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് വരുന്നത് നമ്മൾ ഈ 4 അക്ഷരങ്ങൾ നമ്മൾ നടുക്കായിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. മിഡിലാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്.
നമുക്ക് ഇതിനകത്ത് സ്റ്റിക്ക് ഇതേപോലെ നമുക്ക് ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആക്കുവായത് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ എഫ് ഫോർ ഫ്രോഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് എഫിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്ക് ഇതും കൂടി ഒട്ടിച്ച് കൊടുക്കണം. നമ്മൾ ഇതേപോലെ കുറേ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതെങ്ങനെയാണ് ഒട്ടിക്കുന്നത് നമുക്കൊന്ന് കാണിച്ചാണ്.